ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല തിന്നായിട്ടുള്ള റോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിൽ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് പൈപ്പിംഗ് ഉപയോഗിച്ചിട്ടും ഒന്ന് നമ്മൾ അടിച്ച് വാരുന്ന ഈർക്കല ഉപയോഗിച്ചിട്ടുമാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈപ്പിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. ഇതിന് നോർമൽ ഫുഡ് പറ്റില്ല. നമ്മൾ പൈപ്പിംഗ് അടിക്കാൻ വേണ്ടി 1 സൈഡ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഇങ്ങനത്തെ 1 സൈഡ് ഫുഡ് ഇടാം കേട്ടോ. നമ്മുടെ നോർമൽ ഫുഡ് മാറ്റിയിട്ട് ഇങ്ങനത്തെ 1 സൈഡ് ഫുഡ് ഇതേപോലെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് അത് ഏത് സൈസുള്ളതായാലും കുഴപ്പമില്ല, നല്ല തിന്നായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റോപ്പ് നല്ല ഭംഗിയിൽ നല്ല തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ പൈപ്പിംഗ് നൂല് എത്രയാണോ കനം വരുന്ന ആ കനത്തിൽ നമുക്കിത് ഈ റോപ്പ് അടിച്ചെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും പൈപ്പിങ്ങിന് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ക്രോസ് പീസ് എടുക്കാൻ നോക്കുക കേട്ടോ. റോപ്പ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസാണ് ഒന്നും കൂടി ഭംഗി കിട്ടുക. നമുക്ക് സ്ട്രൈറ്റ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗി കിട്ടില്ല, ഇത്ര തിന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റില്ല. അപ്പം നമുക്ക് ആദ്യം ഈ പൈപ്പിംഗ് ഈ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പൈപ്പിംഗ് തുണിയിൽ നിന്ന് ഊരി വരാതിരിക്കാൻ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് എങ്ങനെയാണോ ചുരിദാറിലൊക്കെ വെക്കാൻ സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ ആ പൈപ്പിങ്ങിനെ ഒട്ടിയിട്ട് തന്നെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ടിട്ടെടുക്കുക. ഈ റോപ്പ് അതായത് ഈ ക്രോസ് പീസ് എത്ര നീളം എടുത്തിരിക്കണോ അത്രയും നീളം നമുക്ക് ഇതേപോലെ ആ പൈപ്പിങ്ങിനെ ഒട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ കെട്ടിട്ട് എടുത്തല്ലോ ആ ഭാഗത്ത് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ തുണി വേഗം ഉള്ളിൽ പോകാനാണ്. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന തയ്യൽ തുമ്പ് ഒരിക്കലും കട്ട് ചെയ്യരുത് കേട്ടോ. എത്രത്തോളം തയ്യൽ തുമ്പ് വിടുന്നുണ്ടോ അത്രത്തോളം ആ റോപ്പ് നല്ല വളഞ്ഞിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ അവിടുത്തെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ അവിടേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ ഈ മുകളിൽ നമ്മൾ കെട്ടിട്ട ഭാഗം ഈ ഹോളിലൂടെ, അതായത് നമ്മൾ പൈപ്പിംഗ് അടിച്ച ഹോളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ വരും. നമ്മൾ എങ്ങനെ വലിക്കുക നമ്മൾ കെട്ടിട്ട ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ആ പൈപ്പിങ്ങിനെ ഇങ്ങനെ വലിച്ച് മെല്ലെ കിട്ടുള്ളൂ. ആദ്യം ആ കെട്ടൊന്ന് ഉള്ളിലേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആ കെട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ഒന്ന് മെല്ലെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ല നമ്മൾ ഇട്ട കെട്ട് ബലം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ പൈപ്പിംഗ് നമ്മുടെ കയ്യിൽ വരും. പിന്നെ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തത് വേസ്റ്റായി പോകും, പിന്നെ അതൊക്കെ പിരിക്കേണ്ട വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ മെല്ലെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് മുകളിലത്തെ ആ കെട്ട് താഴത്തെ ഹോളിൽ കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ സ്പീഡിൽ തന്നെ വലിച്ചെടുക്കാം കേട്ടോ. അതുവരെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ബാലൻസ് വരുന്ന ആ പൈപ്പിംഗ് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് നല്ല നൈസിൽ തന്നെ റോപ്പ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈർക്കല ഉപയോഗിച്ചിട്ടും ഈ റോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം ഒരു ക്രോസ് പീസ് എടുത്തിട്ട് എത്ര വീതിക്കാണോ നമുക്ക് റോപ്പ് വേണ്ട ആ വീതിക്ക് ഇതേപോലെ അടിച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹോളിലൂടെ ഇതേപോലെ ഈർക്കലിന് കടത്തി വിടുക കേട്ടോ. കടത്തി വിടുമ്പോൾ ഒന്ന് ലോക്ക് ആവണം ആ തുണി, ഹോളിൽ കൂടെ നേരിട്ട് കടത്താതെ ഒരു സൈഡത്തെ തുണി ആ ഈർക്കലയിൽ ഒന്ന് ലോക്ക് ആവുന്ന പോലെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ആ തുണിയിൽ അങ്ങനെ ഈർക്കലയുടെ മുകളിലേക്ക് ഇതേപോലെ വലിച്ചു കൊടുക്കുക. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കയറി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈർക്കല മുഴുവനും മറ്റേ ഹോളിൽ കൂടെ വരുന്നവരെ നമുക്കിതുപോലെ ആ ക്രോസ് പീസിന് മുഴുവനും ഇതേപോലെ ചുരുക്കായിട്ട് മുകളിൽ ആ ഈർക്കല വന്ന ശേഷം അതിനൊന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ആ ഈർക്കലതിൻ്റെ മുകളിൽ താഴെയായിട്ട് എടുത്ത് വിടുക. എന്നിട്ട് ആ തുണീനെ ഇതേപോലെ വലിച്ചു കൊടുത്താൽ നമുക്ക് ഈർക്കല ഉപയോഗിച്ചിട്ട് നല്ല നൈസായിട്ട് തന്നെ ഇതേപോലത്തെ റോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈർക്കലയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും സിമ്പിളാണ് പൈപ്പിംഗ് ത്രെഡിൽ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ശ്രമിച്ച് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.